വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ജോസഫിൻ്റെതായി ഒരു വാക്കുപോലും നാം കാണുന്നില്ല. നിശബ്ദത ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ നിറവായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഈ രഹസ്യത്തിൽ നിശബ്ദത അടങ്ങിയിരിക്കുന്നു. ഉള്ളിൽ നിശബ്ദത ഉണ്ടായിരുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞപ്പോൾ അത് കേൾക്കുവാനും തദനുസരണം പ്രവർത്തിക്കുവാനും ജോസഫിന് സാധിച്ചത്. നിശബ്ദതയുടെ ആഴത്തിൽ ദൈവിക സ്വരം നമ്മുടെ മനസാക്ഷിയുടെ വാചാലതയാകും. അവിടെ ദൈവവും നാമും കൂട്ടുകാരുമാകും. ആഴമേറിയ പ്രാർത്ഥനാനുഭവം അവിടെയാണ് സംഭവിക്കുക. കോലാഹലങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർക്ക് ദൈവസ്വരം കേൾക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. നിശബ്ദതയുടെ കുളിർതെന്നലിലാണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുക. വിശുദ്ധ ജോസഫിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശമാണ് ഈ വിശുദ്ധ നിശബ്ദത. ഈ വിശുദ്ധ നിശബ്ദത ദൈവത്തോട് വാചാലനാകാൻ നമ്മെ പഠിപ്പിക്കുന്നു. നിശബ്ദതയുടെ ആഴം കൂടുന്തോറും ദൈവസ്വരം നമ്മുടെ ജീവതാളമായി പരിണമിക്കും. അതിൽ ചിലപ്പോൾ ചോദ്യങ്ങളും സ്വപ്നങ്ങളും നിരാശകളും പരിവേദനങ്ങളും കണ്ടേക്കാം. പക്ഷേ നിശബ്ദതയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ അതൊരു സാക്ഷ്യമാകും, സുവിശേഷമാകും. ദൈവത്തിൻ്റെ സ്വരം നിശബ്ദത വഴി ജീവതാളമാക്കിയ ജോസഫിനെ പോലെ ജീവിതം നമുക്കും സുവിശേഷമാക്കാം.